അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഒരു പ്രഭാതം കൂടിയല്ലേ, അൽഹംദുലില്ലാ. നമ്മൾ ഇന്നലെ പറഞ്ഞത് ബാങ്കിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നതിൻ്റെ മഹത്വവും ശ്രേഷ്ഠതയൊക്കെയായിരുന്നു അല്ലേ. ഉത്തരം കിട്ടുന്ന പ്രത്യേകം പ്രാർത്ഥനയ്ക്ക് ഉത്തരം ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു സമയത്തെക്കുറിച്ചായിരുന്നു നമ്മൾ ഇന്നലെ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ പ്രത്യേകം ഉത്തരം കിട്ടുന്ന പ്രാർത്ഥനകൾ ഹദീസിൽ വന്ന സന്ദർഭങ്ങൾ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ സംശയങ്ങളായിട്ട് വന്നു. അപ്പം അതൊന്ന് ക്ലിയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നു ഞാൻ. ഇൻഷാ അല്ലാഹ്. ഇപ്പം ബാങ്കിൻ്റെ ഇക്കാമത്തിൻ്റെ ഇടയിലുള്ള പ്രാർത്ഥന എന്ന് പറയുമ്പോൾ അത് ഏത് സമയമാണ് വരിക എന്നുള്ളൊരു സംശയം. അപ്പം പ്രത്യേകിച്ച് സംശയിക്കാനൊന്നുമില്ല. ബാങ്ക് കൊടുത്ത് നമ്മൾ ജവാബ് ചെയ്ത് പ്രാർത്ഥന ചൊല്ലി സലാത്ത് ചൊല്ലി ആ സമയത്ത് തന്നെ നമുക്ക് എന്താക്കാം, പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ആഫിയ, അത് അപ്പം തന്നെ ചോദിക്കാം. പിന്നെ എന്ത് പ്രാർത്ഥന വേണമെങ്കിലും നമുക്ക് ആ സമയത്ത് ചോദിക്കാം. അത് ഏതുവരെ എന്ന് പറഞ്ഞാൽ നമ്മൾ നമസ്കരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഇഖാമത്ത് കൊടുക്കൂലേ, അതുവരെ ആ പ്രാർത്ഥന അങ്ങനെ ആ ഒരു സമയം. അത് വളരെ വൈകി നമസ്കരിക്കുന്നവർക്കല്ല, നമസ്കാരം എപ്പോഴും അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ആ ഒരു കാര്യത്തിൽ നമ്മൾ ശ്രദ്ധിക്കണം. നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കുക എന്ന് പറയുന്നത് വളരെയധികം പ്രതിഫലമുള്ള കാര്യമാണ്. അപ്പോൾ ആ സമയത്തുള്ള പ്രാർത്ഥനക്കും കൂടുതൽ ശ്രേഷ്ഠത ഉണ്ട്. പിന്നെ സംശയം വന്നത് നമസ്കാരത്തിൽ നിർബന്ധ നമസ്കാരങ്ങളുടെ അവസാനം അത്തഹിയാത്തിന് ശേഷം സലാം വീട്ടുന്നതിന് മുമ്പ് എന്നുള്ള ആ ഒരു ഇത്. അപ്പം അതെങ്ങനെയാണ് എന്നുള്ള ഒരു സംശയം. സലാം വീട്ടുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കിയൊരു കാര്യമുണ്ട്. ഏതൊരു ഇബാദത്തിൻ്റെയും അവസാന സമയത്തിന് ഏറ്റവും ലാസ്റ്റുള്ള ആ ഒരു ഇതിന് പ്രാർത്ഥനക്ക് സ്വീകാര്യത ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പം നമ്മൾ നോമ്പ് മുറിക്കുമ്പോഴുള്ള പ്രാർത്ഥന ഭയങ്കര ഉത്തരമാണ് അല്ലേ. അതുപോലെ അത്താഴത്തിൻ്റെ സമയം ഏറ്റവും അവസാനം വിത്തർ നിസ്കരിക്കുന്ന ഒറ്റയാക്കുന്ന ആ സമയത്തുള്ള പ്രാർത്ഥന അല്ലേ, അതൊക്കെ ഭയങ്കര ശ്രേഷ്ഠത പറയുന്നില്ലേ. അതുപോലെ ഹജ്ജ് പറയുമ്പോഴും ഹജ്ജിൻ്റെ ഏറ്റവും അവസാനത്തെ അങ്ങനെ ഓരോ ഇബാദത്ത് എടുത്താലും അതിൻ്റെ അവസാന സമയത്തിന് ഭയങ്കര ശ്രേഷ്ഠത ഉണ്ട്. അതുപോലെ തന്നെയാണ് നമസ്കാരത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ടൈം സലാം വീട്ടുന്നതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുക, നല്ല നല്ല പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യേകം അല്ലാഹുമ്മ ഇന്നി അലാ ദിക്രിക വശുക്രിക വഹസ്നി ഇബാദതിക എന്നുള്ളൊരു പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അല്ലാഹുമ്മ ഇന്നി വലംതു നഫ്സി ദുൽമൻ കസീറ വലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത, ആ പ്രാർത്ഥന. ഇതൊക്കെ അത്തഹിയാത്തിൽ മസീഹ് ദജ്ജാൽ വരെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ പ്രാർത്ഥിക്കാൻ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. ഇവ കൂടാതെ വേറെയും ഒരുപാട് പ്രാർത്ഥനകൾ നമുക്ക് പ്രാർത്ഥിക്കാം. അറബിയിലുള്ള നല്ല അർത്ഥമുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന നല്ല പ്രാർത്ഥനകളൊക്കെ നമുക്ക് ആ സമയത്ത് പ്രാർത്ഥിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുക. നമ്മളെ ദുനിയാവിലെയും ആഖിറത്തിൻ്റെയും എല്ലാ കാര്യങ്ങളും നമ്മൾ ചോദിച്ച് നേടിയെടുക്കാൻ പരിശ്രമിക്കാം. അല്ലാഹു തആല അനുഗ്രഹിക്കട്ടെ. ആമീൻ.